ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഏവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കിഡിലൻ ഒരു പ്രോഡക്റ്റാണ്. അതായത് വെറും 1000 രൂപയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾ നമ്മുടെ വീട്ടിലും അതോടൊപ്പം തന്നെ ഓഫീസിലോ അല്ലെങ്കിൽ വാഹനത്തിലോ ഇതിനകത്ത് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തോ എന്തോ ആയിക്കോട്ടെ, അപ്പോൾ ആ ഒരു പ്ലേസിൽ നമുക്ക് കുറച്ച് റിലാക്സ് ആവാൻ പറ്റിയ ഒരു കിഡിലൻ നൈസ് പ്രോഡക്റ്റാണ് ഈ കാണുന്ന ഹ്യൂമിഡിഫയർ എന്ന് പറയുന്നത്. ഇതിനെ പല പേരിലും പറയുന്നുണ്ട്. എന്താ പറയുക, അൾട്രാസോണിക് ആരോമ ഹ്യൂമിഡിഫയർ എന്നും അതെല്ലാന്നുണ്ടെങ്കിൽ ആരോമാറ്റിക് ഡിഫ്യൂസർ എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഇതുകൊണ്ടിട്ടുള്ള യൂസ് എന്തെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതായത് നമ്മുടെ വായുവിലെ നമ്മുടെ വായുവിലെ ഈർപ്പത്തിൻ്റെ അളവ് നിയന്ത്രിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വായുവിലെ ഒരു ഡ്രൈനെസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് പ്രോഡക്റ്റാണ്. ആരോഗ്യപരമായിട്ട് നമ്മളെ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ മെയിനായിട്ട് ഡ്രൈ സ്കിൻ, ഇനി ഒരുപക്ഷെ നമ്മുടെ ഈ ചുണ്ടുകളിലൊക്കെ ഇങ്ങനെ പൊട്ടൽ വരിക, അതോടൊപ്പം തന്നെ അങ്ങനെ സോഫ്റ്റ് സ്കിന്നായിട്ടുള്ള പല ഭാഗത്തും നമുക്ക് ചിലപ്പോൾ ഡ്രൈനെസ് നമ്മൾ ഫേസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് ഒരു പരിധി വരെ ഉള്ളൊരു ശാശ്വത പരിഹാരമാണിത്. അപ്പോൾ അതിനൊക്കെ അത്യുത്തമമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് ഈ ഇരിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആ ഒരു റൂം ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ വാഹനം ആയിക്കോട്ടെ, ഏത് ക്യാബിനും ആയിക്കോട്ടെ, അവിടെ അത്യാവശ്യം നല്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന ഫ്രാഗ്രൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന സുഗന്ധം കൂടി ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സുഗന്ധം ലഭിക്കുവാനായിട്ട് നമുക്ക് ഇത് മാത്രം പോരാ, കാരണം നമുക്ക് അതിൻ്റെ കൂടെ ആ ഒരു ഫ്രാഗ്രൻസിൻ്റെ ഓയിൽ, ആരോമാറ്റിക് ഫ്രാഗ്രൻസിൻ്റെ ഓയിലായിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ്സ് കൂടി നമ്മൾ എക്സ്ട്രാ മേടിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ്സ് കൂടി നമുക്ക് ആവശ്യമാണ്. ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്ന അരോമാറ്റിക് ഓയിൽ എന്ന് പറയുന്നത് ഏഷ്യൻ ഓറയുടെ പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് 10 ml 6 ബോട്ടിൽസാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഇതിനകത്ത് നോർമലി ഈ ഹ്യൂമിഡിഫയറിൽ നമുക്ക് വെള്ളം മാത്രമേ ഒഴിച്ചതാക്കാൻ പറ്റൂ. അപ്പോൾ അതിനൊപ്പം തന്നെ നമുക്കൊരു പെർഫ്യൂം, നമുക്ക് സ്മെല്ല് കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓയിൽ നമ്മൾ ഇതിനകത്ത് ചെറിയ തോതിൽ മിക്സ് ചെയ്ത് ഒഴിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് വഴി നിങ്ങളെ കാണിച്ചു തരാം. സോ ആദ്യം നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. ഇത്രയും കളറിൽ, ഇത്രയും പാറ്റേണിൽ, മോഡലിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ ഇതിനകത്ത് എടുത്തേക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡാർക്ക് വുഡ് ഗ്രെയിൻ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം കേട്ടോ. ഇതാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. കാണാൻ വളരെ എന്താ പറയുക, ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ്. നമുക്ക് തടി എന്നൊക്കെ തോന്നുമെങ്കിലും ശരിക്കും ആ ഒരു തടിയുടെ ഫിനിഷിങ്ങിലുള്ള ആ ഒരു കളർ ഷെയ്ഡിലുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇവിടെ ഒരു പവർ ഓൺ ഓഫ് ബട്ടൺ, ഇത് ബട്ടൺ അല്ല, സോഫ്റ്റ് ടച്ച് ആണ്. ഓക്കെ, വളരെ എന്താ പറയുക, ഒരു ക്ലാസിക് ആയിട്ടുള്ള പ്രീമിയം ഒരു ലുക്കാണ്. ഇത് കണ്ടോ, വളരെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന തന്നെ ഒരു ഡിസൈനാണ്. ഇതിന് പുറകിലായിട്ട് നമുക്കൊരു ചാർജിങ് പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഇത് ചുറ്റാകെ ഒരു റിംഗ് ലൈറ്റ്, എനിക്ക് തോന്നുന്നു ഇത് ചുറ്റാകെ ആയിട്ടൊരു റിംഗ് ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ സൂക്ഷിച്ച് നോക്കിയാൽ. അപ്പോൾ ഇതിൽ നമുക്ക് മൾട്ടി കളർ, അതായത് സിംഗിൾ കളർ എന്നതിനുപരി മൾട്ടി കളേഴ്സ് നമുക്ക് ഇതിനകത്ത് ഇലൂമിനേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ ഒരു ബോക്സിനകത്ത് വരുന്നത് 2 ഐറ്റമാണ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ, അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ചാർജിങ് കേബിൾ. സോ ഇത് USB നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള കേബിളാണ്. നമുക്ക് ആവശ്യമുള്ള ഐറ്റം മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് മാറ്റി വയ്ക്കാം. 6 ഫ്ലേവേഴ്സിലുള്ള ഓയിൽസാണ് ഇത്. ലെമൺ ഗ്രാസിൻ്റെ ഫ്ലേവർ ഉണ്ട്, ഇംഗ്ലീഷ് ലെവൻഡർ ഉണ്ട്, അതോടൊപ്പം തന്നെ വൈറ്റ് ജാസ്മിൻ ഉണ്ട്, പിന്നെ ഫ്രൂട്ട് ബാസ്ക്കറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു ഫ്രൂട്ടി സ്മെല്ലായിരിക്കും. അതോടൊപ്പം തന്നെ റോസി റൊമാൻസ്, പക്ഷേ റോസിൻ്റെ ഫ്ലേവർ ആയിരിക്കാം. പിന്നെ ഉള്ളത് ഫ്രഷ് ലൈം. അപ്പോൾ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള 6 തരം ഫ്ലേവേഴ്സിലാണ് നമുക്ക് ഈ ഒരു സംഭവം കിട്ടുക. ഇതിൻ്റെ തന്നെ പല പല ബ്രാൻഡ്സിൻ്റെ പല പല പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഈ പറഞ്ഞ സ്മെല്ലുകളൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ യൂസിങ് മെത്തേഡ് എന്ന് പറയുന്നത് വെള്ളത്തിനൊപ്പം തന്നെ ഒരു 2 അല്ലെങ്കിൽ 3 തുള്ളി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് 200 ml വെള്ളം നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു 2 to 3 തുള്ളി ഡ്രോപ്സിൻ്റെ മാത്രമേ ഈ ഒരു എസൻഷ്യൽ ഓയിലിൻ്റെ ആവശ്യമുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു സ്മെല്ല്, നമുക്കിതിപ്പോൾ എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് കമ്പൈൻഡ് ആയിട്ട് നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട്. അന്നേരം നിങ്ങളടുത്ത് പറയാനുള്ള കുറച്ച് കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പെർഫ്യൂംസോ അത്ര ഉപയോഗിക്കുന്ന മാതിരി ഇതൊരിക്കലും നമ്മുടെ സ്കിന്നിൽ ഇത് പുരട്ടാനോ അല്ലെങ്കിൽ തേക്കാനോ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് മെയിൻ ഫാക്റ്റ് എന്ന് പറയുന്നത് വെള്ളം തന്നെയാണ്. അപ്പോൾ വെള്ളം നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് ആദ്യം ഇതൊന്ന് ഓപ്പൺ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടത്. ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ, കണ്ടോ. നമുക്ക് ബൗള് പോലെ തോന്നുന്ന ഈ ഒരു പോർഷനിലാണ് നമുക്ക് വെള്ളം നിറയ്ക്കേണ്ടത്.
ഇത് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനി നമുക്ക് ഈ വെള്ളം ഈ ഒരു പോട്ടിനകത്ത് ഈ ഒരു ഡിഫ്യൂസറിനകത്ത് ഫില്ല് ചെയ്യണം. അപ്പോൾ ഈ വെള്ളം നിറയ്ക്കാനായിട്ട് ഈ ഒരു ഡിഫ്യൂസർ നമ്മൾ ജസ്റ്റ് ഒന്ന് റൈറ്റ് സൈഡിലോട്ടൊന്ന് ടിൽറ്റ് ചെയ്താൽ മതിയാവും. ഇതിവിടെ നേർത്ത ഒരു 3 ലോക്കുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ഇത് ഇനി ഈ ഒരു ബൗളിനകത്താണ് നമ്മൾ വെള്ളം നിറയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 200 ml വെള്ളമാണ് ഇതിനകത്ത് കൊള്ളുന്നത്. കപ്പാസിറ്റി എന്ന് പറയുന്നത് 200 ml ആണ്. ഇത് കൃത്യം 200 ml നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ഇംഗ്ലീഷ് ലാവൻഡറിൻ്റെ ഓയിലാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. 1 2 3 ഫൈൻ. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത് ശരിക്കും ആ ഒരു ലോക്കിൽ വീഴുന്ന മാതിരി തന്നെ കറക്റ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇതെല്ലാ ഫ്ലേവറും കൂടി ഒരുമിച്ച് ഒഴിക്കാൻ നിൽക്കരുത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് റീചാർജബിൾ അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ലൈവായിട്ട് തന്നെ നമുക്കിത് പ്ലഗ് ചെയ്ത് യൂസ് ചെയ്യേണ്ട ഐറ്റമാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മറ്റൊരു ധാരണ ഉണ്ടാവും, അതായത് കറണ്ട് ബില്ല് ഒരുപാട് ആവും എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേണ്ട. വളരെ മൈന്യൂട്ടായിട്ടുള്ള കറണ്ട് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് പവർ ബാങ്കോ അതല്ലെങ്കിൽ ലാപ്ടോപ്പോ അങ്ങനെയുള്ള എന്ത് ഐറ്റംസിൽ USB പോർട്ട് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സാധനം പ്രവർത്തിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പവർ ഓൺ ചെയ്യാൻ പോവുകയാണ്. ഇത് ഇവിടെ കാണുന്ന ആ ഒരു എംബ്ലം കണ്ടോ, അത് സോഫ്റ്റ് ടച്ച് ചെയ്താൽ മതി. ടച്ച് ബട്ടണാണത്, കണ്ടോ. ഇത് വളരെ എക്സ്പ്രസീവായിട്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെ അത് സ്പ്രെഡ് ആവുന്നുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ ഐറ്റം വെച്ച ഉടനെ തന്നെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ. ഇത് പുകയല്ല, ശരിക്കും ഒരു കൂളായിട്ടുള്ള ഒരു ഫോഗെന്നോ മിസ്റ്റെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. കാരണം വെച്ചാൽ ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ടാണ് വരുന്നത്. ചൂടോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല, ആവിയോ അങ്ങനെ ഒന്നുമല്ല. ഇത് ഇവിടെ നമുക്ക് ആ ഇലുമിനേഷൻ കാണാൻ സാധിക്കും, കണ്ടോ. മൾട്ടി കളറാണ്, കളർ ചേഞ്ചോട് കൂടിയിട്ട് അതിങ്ങനെ അതിന് ചുറ്റാകെ കിടന്നിങ്ങനെ ഇലുമിനേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ മാത്രമല്ലാതെ ഈ ഒരു പോർഷനിൽ നമുക്ക് അതിൻ്റെ ഇലുമിനേഷൻ കാണാൻ സാധിക്കും, കണ്ടോ. പുകയും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നു ഇത് ഭയങ്കരമായ ശബ്ദമാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെയൊന്നുമില്ല. ഇത് വർക്ക് ചെയ്യുന്നത് നമ്മളെ അറിയത്തില്ല. കാരണം വെച്ചാൽ വളരെ കൂളായിട്ടാണ് നമ്മുടെ ഫോണൊക്കെ എങ്ങനെയാണോ അതിൻ്റെ ഒരു വർക്കിംഗ് മെത്തേഡ് എങ്ങനെയാണോ അതേമാതിരി തന്നെയാണ് ഇതിൻ്റെയും ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. തീരെ ശബ്ദമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇത് 1 ടച്ചിൽ പെട്ടെന്ന് തന്നെ എക്സ്പ്രസ് ആയിട്ട് അത് ഓണാവും, അത് 1 ടച്ചിൽ തന്നെ സ്റ്റോപ്പ് ആവുകയും ചെയ്യും എന്നുള്ളതാണ്, കണ്ടോ. ഇത് നമ്മൾ ഉപയോഗിച്ച ആ ഒരു ലാവൻഡർ ഓയിലിൻ്റെ നല്ലൊരു ഫ്രഷ്നെസ് സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പെർഫ്യൂംസ് മാതിരി അത്രത്തോളം വലിയ സംഭവമായിട്ടൊന്നും ഇറക്കത്തില്ല. നമുക്ക് എന്താ പറയുക, ഒരു ഇറിറ്റേഷൻ ഇല്ലാത്ത രീതിക്ക് ഒരു ക്ലാസിക് ആ ഒരു ഫ്ലേവറിൻ്റെ ഒരു ബ്ലെൻഡ് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഉറങ്ങുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ ബെഡ് സൈഡിൽ ഇത് നമുക്ക് ഓണാക്കി വെക്കാൻ സാധിക്കുന്നതാണ്. രാവിലെ വരെ അത്യാവശ്യം നന്നായിട്ട് അത് ലാസ്റ്റ് ചെയ്യും. ഒരു ഇലുമിനേഷനും ലൈറ്റ് ഇലുമിനേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ ഒരു എലഗൻ്റ് അല്ലെങ്കിൽ ഒരു പ്രീമിയം ലുക്കായിരിക്കും. വളരെ എന്താ പറയുക, ലക്ഷറിയസ് ഫീലായിരിക്കും നമുക്ക് തോന്നുക. സോ വീഡിയോ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. തീർച്ചയായും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. സീ യു സൂൺ, ബൈ.